നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ നടക്കുന്ന അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുമ്പോൾ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചു. ദുരിതത്തിൽ യാത്രക്കാർ. കല്ലൂർ മാവിൻചുവടിൽ വീട്ടിൽ കയറി സ്ത്രീയെ ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പച്ചളിപ്പുറം സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്. കൊടകരയിൽ നിന്നും 184.420 ഗ്രാം രാസലഹരി പിടികൂടിയ കേസിൽ ഒരാൾ കൂടി റിമാൻഡിലേക്ക്. അറസ്റ്റിലായത് കോട്ടയം സ്വദേശി സൽമാൻ. മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ ഓടിത്തുടങ്ങിയ മുകുന്ദപുരം താലൂക്കിലെ ആദ്യത്തെ ഗ്രാമവണ്ടി ഏറ്റെടുത്ത് ജനങ്ങൾ. വാർത്തകൾ വിശദമായി. പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ നടക്കുന്ന അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുമ്പോൾ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചു. പേരാമ്പ്ര പമ്പ് പരിസരം മുതൽ കൊടകര മേൽപ്പാലം വരെയുള്ള 3.5 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഗതാഗതക്കുരുക്ക് പതിവായിട്ടുള്ളത്. മണിക്കൂറുകളോളം കാത്തുകിടന്നാണ് ഇതിലെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. രാവിലെയും വൈകുന്നേരവുമാണ് പേരാമ്പ്ര ഭാഗത്ത് ഗതാഗതക്കുരുക്ക് കൂടുതലായി അനുഭവപ്പെടുന്നത്. ഈ സമയത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയുടെ ഫലമായാണ് ഇവിടെ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി പേരാമ്പ്ര പെട്രോൾ പമ്പ് മുതൽ അപ്പോളോ വരെ സർവീസ് റോഡിലൂടെ ഒറ്റവരിയായാണ് വാഹനങ്ങൾ പോകുന്നത്. ചരക്ക് ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ കടന്നുപോകുമ്പോൾ ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനടക്കാരും ഏറെ ക്ലേശം അനുഭവിക്കുകയാണ്. ഇവിടെ സർവീസ് റോഡരികിലെ കാനക്കുമുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ പൊട്ടുന്നതും ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്താൽ പേരാമ്പ്രയിലെ ഗതാഗതക്കുരുക്കും അപകട സാധ്യതയും ഒഴിവാക്കാനാകുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ചാലക്കുടി ഭാഗത്തേക്കുള്ള ഭാരവാഹനങ്ങൾ വല്ലപ്പാടി കനകമല മേച്ചിറ വഴി തിരിച്ചുവിട്ടാൽ പേരാമ്പ്രയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാകും. ചാലക്കുടി ഭാഗത്തു നിന്ന് കൊടകരയിലേക്ക് വരുന്ന ഭാരവാഹനങ്ങളെ പോട്ട ആളൂർ വഴി കൊടകരയിലേക്ക് തിരിച്ചുവിട്ട് ഗതാഗതം ക്രമീകരിച്ചാൽ ചെറുവാഹനങ്ങൾക്കും ബസ്സുകൾക്കും പേരാമ്പ്രയിലൂടെ സുഗമമായി കടന്നുപോകാൻ കഴിയും. ഇത്തരത്തിലുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ 1 മാസം മുമ്പ് അധികൃതർ തീരുമാനമെടുത്തിരുന്നുവെങ്കിലും നടപ്പാക്കിയില്ല. കൂടുതൽ അപകട മരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശാസ്ത്രീയവും പ്രായോഗികവുമായ രീതിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. ഇവിടെ ഭയങ്കര ദുരിതമാണ് ഇപ്പൊ ഈ ഭാഗത്തുള്ളവരും ഹൈവേ കൂടെ പോണവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ദൈവഭാഗ്യം കൊണ്ടാണ് ഇത്ര നാളായിട്ട് ഒരു ആക്സിഡന്റ് നടക്കാണ്ടിരുന്നത്. ഇന്നിപ്പോ ആ മരിച്ച വ്യക്തിനെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ്. ആളുടെ പെങ്ങള് എന്റെ കൂടെ പഠിച്ചതാണ്. എനിക്ക് അടുത്തറിയാവുന്ന വ്യക്തിയാണ്. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഈ ഹൈവേക്കാരുടെ അനാസ്ഥ മൂലം ജീവൻ പൊലിഞ്ഞു പോയത്. ആള് മരിച്ച സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ദിവസം പോണ സ്ഥലമാണ്. അവിടെ ആ സ്ലാബിന്റെ ഇടയിൽ പെട്ട് ആള് റോഡിലേക്ക് മറിഞ്ഞു വീണിട്ടാണ് മരിച്ചതെന്ന് പറയുന്നത്. ഇത് തീർത്തും അനാസ്ഥ കൊണ്ട് മാത്രം ഉണ്ടായ ഒരു മരണമാണ്. അവിടെ പല സ്ലാബുകളും ഒടിഞ്ഞും പൊടിഞ്ഞും പോയിട്ടുണ്ട്. ചില സ്ഥലത്ത് അവര് ഇരുമ്പിന്റെ കഷ്ണൊക്കെയാണ് വെച്ചിട്ട് അതിൽ കൂടെയാണ് വണ്ടി വിടുന്നത്. കല്ലൂർ മാവിൻചുവടിൽ വീട്ടിൽ കയറി സ്ത്രീയെ ആക്രമിച്ച കേസിൽ പ്രദീപ് അറസ്റ്റിൽ. പച്ചളിപ്പുറം സ്വദേശിയായ കിഴക്കൂട്ട് വീട്ടിൽ ഒടിയൻ പ്രദീപ് എന്നറിയപ്പെടുന്ന 47 വയസ്സുള്ള പ്രദീപിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: ഏപ്രിൽ 20 കല്ലൂർ മാവിൻചുവട് സ്വദേശിനിയുടെ അമ്മ കൊടുത്ത കേസിൽ പ്രദീപ് ജയിലിലായി. പരാതിക്കാരിയുടെ അമ്മയുടെ പച്ചളിപ്പുറത്തുള്ള വീട്ടിലേക്ക് പ്രദീപ് അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയ സംഭവത്തിനായിരുന്നു പരാതി നൽകിയത്. ഈ കേസിൽ അറസ്റ്റിലായ പ്രദീപ് ജാമ്യത്തിൽ ഇറങ്ങിയാണ് വീണ്ടും ആക്രമണം നടത്തിയത്. വൈരാഗ്യത്താൽ കല്ലൂർ മാവിൻചൂടുള്ള പരാതിക്കാരിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമിക്കുകയായിരുന്നു. സ്ത്രീയെ ആക്രമിക്കുന്നത് കണ്ട് തടഞ്ഞ ഭർത്താവിനെയും ഇയാൾ ആക്രമിച്ചു. പ്രദീപിന് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമക്കേസും പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 4 അടിപ്പിടി കേസുകളും വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തിയതിനുള്ള ഒരു കേസും ഉള്ളൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസുമുണ്ട്. കൊടകരയിൽ നിന്നും 184.420 ഗ്രാം രാസലഹരി പിടികൂടിയ കേസിൽ ഒരാൾ കൂടി റിമാൻഡിലേക്ക്. കോട്ടയം ചങ്ങനാശ്ശേരി ഫാത്തിമപുരം പെരുന്ന സ്വദേശി പുതുപ്പറമ്പിൽ വീട്ടിൽ 28 വയസ്സുള്ള സൽമാനാണ് റിമാൻഡിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്.
മെയ് 3 കൊടകര മേൽപ്പാലത്തിന് സമീപം വെച്ച് 184.420 ഗ്രാം MDMAയുമായി ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂർ കല്ലംകുന്ന് ചിറയിൽ വീട്ടിൽ ഡാർക്ക് മെർച്ചന്റ് എന്നറിയപ്പെടുന്ന ദീപക് രാജു, എറണാകുളം ജില്ല നോർത്ത് പറവൂർ മുത്തുകുന്നം സ്വദേശിനി ദീക്ഷിത എന്നിവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. സൽമാന്റെ നിർദ്ദേശത്തോടും സാമ്പത്തിക സഹായത്തോടും കൂടിയാണ് ദീപക് രാജു, ദീക്ഷിത എന്നിവർ ബംഗളൂരുവിൽ നിന്ന് MDMA കടത്തിക്കൊണ്ടുവന്നതെന്ന് കണ്ടെത്തിയതിനാലാണ് സൽമാനെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടകളിൽ ഒന്നാണിത്. ദീപക് രാജുവിനെ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ 2021 10 കിലോ കഞ്ചാവ് കടത്തിയതിന് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. കൂടാതെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ 2016, 2024, 2025 വർഷങ്ങളിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ചതിനുള്ള കേസുകളുമുണ്ട്. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK ദാസ്, സീനിയർ CPOമാരായ രജീഷ്, ദിലീപ് കുമാർ, CPO ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് സൽമാനെ അറസ്റ്റ് ചെയ്തത്. തലൂരിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും 25 ലക്ഷം രൂപ വരുന്ന മൊബൈൽ ഫോണുകളും അനുബന്ധ സാമഗ്രികളും മോഷ്ടിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. എറണാകുളം പാറക്കടവ് പാലത്തിങ്കൽ അബ്ദുൾ റഫീഖിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് 31-നായിരുന്നു സംഭവം. കേസിൽ സഹോദരങ്ങളായ സയ്യിദ് മുഹസിൻ, മുഹദ് അസീം എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. മൊബൈൽ ഫോണുകൾ കവർച്ച ചെയ്ത ശേഷം പ്രതികൾ രക്ഷപ്പെട്ട കാർ ഓടിച്ചിരുന്നത് അബ്ദുൾ റഫീഖ് ആയിരുന്നു. മോഷണം പോയ ഫോണുകളുടെ IMA നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ N പ്രദീപ്, അഡീഷണൽ SI സുധീഷ്, ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, DU സിൽജോ, AU റെജി, MJ ബിനു, ഷിജോ തോമസ്, പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPOമാരായ രജനീശൻ, ഷിനോജ് എന്നിവർ ചേർന്നാണ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ ഓടിത്തുടങ്ങിയ മുകുന്ദപുരം താലൂക്കിലെ ആദ്യത്തെ ഗ്രാമവണ്ടി ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. പഞ്ചായത്തിൽ ഒരു ബസ്സിന് പോകാൻ സൗകര്യമുള്ള എല്ലാ റോഡുകളിലും എത്തുന്ന രീതിയിലായിരിക്കും ഗ്രാമവണ്ടി സർവീസ് നടത്തുക. പൊതുഗതാഗത രംഗം ജനകീയ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ 3ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് ഗ്രാമവണ്ടി ഓടിത്തുടങ്ങിയത്. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സിവിൽ സ്റ്റേഷൻ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, താലൂക്ക് ആശുപത്രി, മാർക്കറ്റ്, ദേശീയപാത എന്നിവയെ ബന്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. പഞ്ചായത്ത് ഓഫീസ്, വെറ്ററിനറി, ഹോമിയോ, അലോപ്പതി ആശുപത്രികൾ, കൃഷിഭവൻ, സർക്കാർ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് എത്തിപ്പെടാൻ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സൗകര്യം ലഭിക്കുന്ന തരത്തിൽ ഇരിങ്ങാലക്കുട മുതൽ നെല്ലായി വരെയാണ് ഗ്രാമവണ്ടി സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. മുരിയാട് ഗ്രാമപഞ്ചായത്ത് മേഖലയിൽ ആഴ്ചയിൽ 6 ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ ഗ്രാമവണ്ടി സർവീസ് നടത്തും. KSRTCയുമായി സഹകരിച്ചാണ് ഗ്രാമവണ്ടി പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഡീസൽ നൽകുന്നത് പഞ്ചായത്താണ്. നിലവിൽ ഗ്രാമവണ്ടി സർവീസ് നടത്തുന്ന 30% പ്രദേശങ്ങളും പൊതുഗതാഗത സംവിധാനങ്ങൾ തീരെയില്ലാത്ത മേഖലകളാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി പറഞ്ഞു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് 3ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് ഗ്രാമവണ്ടി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ പൊതുഗതാഗത സൗകര്യം ഇനിയും എത്തിപ്പെടാത്ത നിരവധി മേഖലകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ആ പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ വാഹന സൗകര്യം എത്തിക്കാൻ കഴിയുമോ എന്ന അന്വേഷണത്തിൻ്റെ ഫലമായാണ് ഗ്രാമവണ്ടി എന്ന ആശയം മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ തന്നെ ഈ ഗ്രാമവണ്ടി ഓടുന്നതിൽ 30%-ലധികം റോഡുകൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ അത് ഇന്നേ വരെ ഒരു യാത്രാ സൗകര്യവും ഇല്ലാത്ത, ബസ് ഗതാഗത സൗകര്യം ഇല്ലാത്ത ഇടങ്ങളിലൂടെയാണ് ഈ വണ്ടി ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. മറ്റൊരു സവിശേഷത, പഞ്ചായത്തിൻ്റെ 17 വാർഡുകളിൽ 16 വാർഡുകളും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗ്രാമവണ്ടി സർവീസ് നടത്തുന്നത്. വേറൊരു സവിശേഷത, പഞ്ചായത്തിൻ്റെ എല്ലാ അനുബന്ധ സ്ഥാപനങ്ങളും, പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, വെറ്റിനറി ആശുപത്രി, ഹോമിയോ ആശുപത്രി, ആയുർവേദ ആശുപത്രി, CHSC തുടങ്ങിയ എല്ലാ അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും പോകാൻ ഈ ഗ്രാമവണ്ടി ഉപയോഗപ്പെടുത്താം. 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ 16 വാർഡുകളിലൂടെയും ഗ്രാമവണ്ടി സർവീസ് നടത്തുന്നുണ്ട്. മേഖലയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് സർവീസ് നടത്തിയിരുന്ന KSRTC ബസ് കോവിഡ് കാലഘട്ടത്തിൽ നിർത്തിവെക്കുകയായിരുന്നു. ഇതിന് ബദൽ കൂടിയാവുകയാണ് നിലവിലെ ഗ്രാമവണ്ടി.
ടിവിയും ക്യാമറയും ഉൾപ്പെടെ സജ്ജമാക്കുന്ന ഗ്രാമവണ്ടി സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സ്പോൺസർ ചെയ്യാനാകും. സ്പോൺസർ ചെയ്യുന്നവരുടെ പരസ്യങ്ങൾ ബസ്സിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യാം. ഇത്തരത്തിൽ പദ്ധതി പഞ്ചായത്തിന് വരുമാനമാക്കാൻ സാധിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. മെയ് 3 മന്ത്രി ആർ ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്ത ഗ്രാമവണ്ടി മുരിയാടിന്റെ ഗ്രാമവീഥികൾ കീഴടക്കി കൂടുതൽ ജനസൗഹൃദമാവുകയാണ്. പൊതുഗതാഗത സംവിധാനങ്ങളെ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുരിയാട് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഗ്രാമവണ്ടി പദ്ധതി വലിയ ജനസൗഹൃദമാവുകയാണ്. പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളെ ബന്ധപ്പെടുത്തി താലൂക്ക് ആശുപത്രി, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, സിവിൽ സ്റ്റേഷൻ തുടങ്ങി ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഈ ഗ്രാമവണ്ടി വരും ദിവസങ്ങളിൽ കൂടുതൽ ജനസൗഹൃദമാകും. മുരിയാട്ടുകാർക്ക് ഇനി ഗ്രാമവണ്ടിയിൽ ഗ്രാമം ചുറ്റാം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മണലി മടവാക്കര റോഡ് പണിയുടൻ തുടങ്ങുക, മണലിപ്പുഴയിലെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP മടവാക്കര വാർഡ് കമ്മിറ്റി ജനകീയ സദസ്സ് നടത്തി. BJP സംസ്ഥാന സമിതി അംഗം CP സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ഹരിദാസ് മടവാക്കര അധ്യക്ഷത വഹിച്ചു. BJP മുൻ പ്രസിഡന്റ് AG രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് വിദ്യാധരൻ കോപ്പാട്ടിൽ, BJP നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് മാളാത്ത്, വാർഡ് ജനറൽ സെക്രട്ടറി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹകരണത്തോടെ നന്ദിപുരം ഗവൺമെന്റ് UP സ്കൂൾ സംഘടിപ്പിച്ച പ്രകൃതി പഠനയാത്ര കുട്ടികൾക്ക് നവ്യാനുഭവമായി. പശ്ചിമഘട്ട മലനിരകളുടെ തുടർച്ചയായ പീച്ചി ചിമ്മിനി വന്യജീവി സങ്കേതത്തിന്റെ അടിവാരത്തുകൂടെ മാന്നാമംഗലം മരോട്ടിച്ചാൽ കൊളാംകുണ്ട് വഴി കേരള വന ഗവേഷണ കേന്ദ്രത്തിൽ എത്തി. അവിടെ TV സജീവന്റെ നേതൃത്വത്തിൽ KFRAയിലെ മഴവിൽ കുട്ടിക്കൂട്ടം കുട്ടികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് TV സജീവ് കേരളത്തിലെ കാടുകളെ കുറിച്ചും തനത് ജൈവ പ്രകൃതം പഠിക്കാൻ കാടുകൾ എന്തുകൊണ്ട് പ്രധാനമാണെന്നും വിശദീകരിച്ചു. തുടർന്ന് കേരളത്തിലെ എല്ലാവിധ മണ്ണിനങ്ങളും വിശദമായി വിസ്തരിക്കുന്ന മണ്ണ് മ്യൂസിയം കുട്ടികൾക്ക് പുത്തൻ അറിവ് പകർന്നു. പാതാളത്തവളയും വിവിധയിനം പാമ്പുകളും മിസ് കേരള എന്ന് വിശേഷിപ്പിക്കുന്ന സുന്ദരി മീനുകളും വന്യജീവി മ്യൂസിയത്തിൽ കണ്ടത് കുട്ടികളുടെ മനസ്സിൽ വന്യജീവികളുടെ വൈവിധ്യം കോറിയിട്ടു. ഏറെ വിശേഷപ്പെട്ട ചിത്രശലഭ പാർക്കും മരങ്ങളാൽ വിവിധ മുള ഇനങ്ങളാൽ തിങ്ങി നിന്ന വനഗവേഷണ കേന്ദ്രം ക്യാമ്പസും ഏറെ ഹൃദ്യമായി. തുടർന്ന് പീച്ചി ഡാം കണ്ടും അതിന്റെ ആഴക്കെട്ട് കണ്ടറിഞ്ഞും പാർക്കിൽ കളിച്ചും പഠനയാത്ര സമാപിക്കുമ്പോൾ ഡാം പരിസരം ശബ്ദമുഖരിതമാക്കിക്കൊണ്ടിരുന്ന പക്ഷികളെ പരിചയപ്പെടുത്തിയും അവയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്പുകൾ പരിചയപ്പെടുത്തിയും യുവസമിതി പ്രവർത്തകൻ ഇന്ദ്രജിത്ത് കാര്യാട്ട് കൂടെയുണ്ടായിരുന്നു. നന്ദിപുരം ഗവൺമെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീജയ, PTA പ്രസിഡന്റ് ജിനിത വിജോ, സംഘാടക സമിതി കൺവീനർ KV മനോജ്, പരിഷത്ത് യൂണിറ്റ് പ്രസിഡന്റ് KT ശൈലജ, TV രാജേഷ് എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ആർട്ടിസ്റ്റ് ജോഷിയുടെ ഇന്റിമസീസ് ബിയോണ്ട് ഡിസ്റ്റൻസസ് എന്ന പേരിലുള്ള ചിത്രശില്പ പ്രദർശനത്തിന് കൊടകരയിലെ സ്നേഹ മ്യൂസിയത്തിൽ തുടക്കമായി. സീനിയർ ഫോട്ടോഗ്രാഫറും ഫോട്ടോ മ്യൂസിയം അക്കാദമിക് ഡയറക്ടറുമായ നന്ദകുമാർ മൂടാടി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സ്നേഹ മ്യൂസിയം ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ചിത്രകാരൻ സുരേഷ് മുട്ടത്തി, സിനിമാ നിർമ്മാതാവ് മുഹമ്മദ് ബഷീർ, കവി ജോസ് മാത്തുണ്ണി, ഗായകൻ അബി മേലൂർ എന്നിവർ പ്രസംഗിച്ചു. കവിതകളുടെയും ഗാനങ്ങളുടെയും അവതരണവും ഉണ്ടായി. പ്രദർശനം ഈ മാസം 30 വരെ സ്നേഹ മ്യൂസിയത്തിലെ ഓപ്പൺ ഗാലറിയിൽ തുടരും. വരന്തരപ്പള്ളി പഞ്ചായത്ത് 14-ാം വാർഡ് ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം അജിത സുധാകരൻ നേതൃത്വം നൽകി. നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി വായനശാലയിലെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ വർണ്ണക്കൂടാരം വേനലവധി ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം NP അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. ബാലവേദി പ്രസിഡന്റ് അനാമിക K ശശി അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ ചാലക്കുടി താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം NS വിദ്യാധരൻ, മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, മഞ്ജു സജി, ലൈബ്രറിയൻ പ്രിൻറ്റി പ്രദീപ്, അനിത ശശി, വായനശാല സെക്രട്ടറി VS സുബീഷ്, ബാലവേദി സെക്രട്ടറി വൈഗ സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ നാടൻ കളികൾ, ഭാഷാ പരിചയം, നാടൻ പാട്ടുകൾ, ശാസ്ത്ര കൗതുകം, വ്യക്തിത്വ വികസനം എന്നിവ ക്യാമ്പിൻ്റെ ഭാഗമായി ഉണ്ടായി. വർണ്ണക്കൂടാരത്തിൽ പങ്കെടുത്തവർക്ക് പഠനോപകരണങ്ങൾ നൽകി. വരന്തരപ്പള്ളി സാന്ദ്രാനന്ദം സൽസീകം നാരായണീയ സമിതി 100ാമത് സമ്പൂർണ്ണ നാരായണീയ പാരായണ സമർപ്പണം വരന്തരപ്പള്ളി തൃക്കയിൽ നവനീതധര ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. സമ്പൂർണ്ണ
ശതതമ നാരായണീയ സമർപ്പണത്തിന് ആചാര്യ രാധാ ഗിരിജാവല്ലഭൻ നേതൃത്വം നൽകി. സംപൂജ്യ സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ചു. സ്വാമികളെ സ്വീകരിക്കൽ, സ്വാമിയുടെ അനുഗ്രഹ പ്രഭാഷണം എന്നിവയ്ക്ക് ശേഷം ആചാര്യ നാരായണീയ സമിതി, നന്ദിപുരം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം എന്നിവർ മംഗളപത്രങ്ങൾ നൽകി ആദരിച്ചു. തൃക്കൈൽ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹി ഉഷ പട്ടാഭിരാമൻ, PR ജയകുമാർ, നിർമ്മൽ കുമാർ നന്ദിപുരം എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ ജനങ്ങൾക്ക് കൂടുതൽ പ്രിയങ്കരമായിട്ട് അവരതിനെ സേവിക്കും, ഭഗവാനെ സേവിക്കാനും സനാതന ധർമ്മം ഉൾക്കൊണ്ട് ജീവിക്കാനുമായിട്ട് ആളുകളെ എങ്ങനെ പ്രേരിപ്പിക്കാം എന്ന് അദ്ദേഹം വിഷാദിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഗുരുവായി നാരദ മഹർഷി തന്നെ അവതരിച്ച് ആ നാരദ മഹർഷിയാണ് അദ്ദേഹത്തെ PP കുമാരൻ മെമ്മോറിയൽ കൊടകര സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെൻറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം CDCB അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ TV പ്രജിത്ത്, പ്രനില ഗിരീശൻ എന്നിവർ പ്രസംഗിച്ചു. തലോർ മില്ലേനിയം യൂത്ത് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പിൽ മുൻ സന്തോഷ് ട്രോഫി കോച്ച് പീതാംബരൻ മാസ്റ്റർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. സൗദി അറേബ്യയിലെ വിവിധ അക്കാദമികളുടെ പരിശീലകനും മില്ലേനിയം യൂത്ത് അംഗവുമായ സനലിനെ ചടങ്ങിൽ വെച്ച് പീതാംബരൻ മാസ്റ്റർ ആദരിച്ചു. അപ്പോൾ ഫുട്ബോളിൽ എന്താണ് നിങ്ങൾ വിത്ത് ബോൾ എത്ര സമയം കിട്ടും? ഇപ്പോൾ കോച്ചിന് നോക്കണ്ട, കോച്ച് വരാൻ വൈകി. കോച്ച് പറഞ്ഞാണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾ ജഗ്ലിങ് ചെയ്യണമെങ്കിൽ ബോൾ സെൻസ് കൂട്ടാൻ, മനസ്സിലായോ? ബോൾ സെൻസ് കൂട്ടാൻ വേണ്ടിയാണ് ജഗ്ലിങ് ചെയ്യുന്നത്. ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിൽ ഉണ്ടാകുന്ന മാറ്റമാണ് പ്രമേഹം. 2 തരം പ്രമേഹങ്ങളാണ് ഉള്ളത്. ടൈപ്പ് 1 പ്രമേഹവും ടൈപ്പ് 2 പ്രമേഹവും. ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റം, അനാരോഗ്യകരമായ ഭക്ഷണരീതി, അമിതവണ്ണം എന്നിവയാൽ പ്രമേഹ രോഗികളുടെ എണ്ണം ഓരോ വർഷവും കൂടി വരികയാണ്. പ്രമേഹം ഹൃദ്രോഗം, സ്ട്രോക്ക്, വൃക്കരോഗം, നാഡീ തകരാർ എന്നിവയ്ക്കും കാരണമാകും. ബ്ലഡ് ഷുഗർ കുറയ്ക്കാനായി ഉപയോഗിക്കാവുന്ന പാനീയങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ ഇൻഫോടോക്ക്. നെല്ലിക്ക ജ്യൂസ്. വിറ്റാമിൻ സി, ആന്റി ഓക്സിഡന്റ്, ഫൈബർ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് ശരീരത്തിലെ ഷുഗറിന്റെ അളവ് കുറയ്ക്കാൻ സഹായകമാകും. വെള്ളരിക്ക ജ്യൂസ്. ഫൈബറും വെള്ളവും ധാരാളം അടങ്ങിയതും കലോറി കുറഞ്ഞതുമായ വെള്ളരിക്കയുടെ ജ്യൂസ് കുടിക്കുന്നത് പ്രമേഹത്തെ തടയും. തക്കാളി ജ്യൂസ്. തക്കാളിയിൽ ഗ്ലൈസമിക് സൂചിക, കലോറി എന്നിവ കുറവായതിനാൽ ഇത് കുടിക്കുന്നത് പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഗുണകരമാകും. പാവയ്ക്ക ജ്യൂസ്. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, കലോറി എന്നിവ കുറഞ്ഞതും ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതുമായ പാവയ്ക്ക ജ്യൂസ് പ്രമേഹത്തിന് ഏറെ നല്ലതാണ്. ഇളനീർ. പഞ്ചസാരയും കലോറിയും കുറവായതിനാൽ ഇളനീർ ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കുട്ടനല്ലൂർ ശ്രീ C അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിയോളജി, മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, മലയാളം വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. ബിരുദാനന്തര ബിരുദത്തിൽ 55% കുറയാത്ത മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾക്കും നെറ്റ്, PhD യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. അപേക്ഷകർ ബയോഡാറ്റയും അസൽ രേഖകളും ഗസ്റ്റ് ലെക്ചർ പോളിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റും സഹിതം മെയ് 23 രാവിലെ 10:30 കോളേജിൽ എത്തിച്ചേരണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487 2353 022. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9045 രൂപ, പവന് 72,360 രൂപ. മണ്ണമ്പേട്ട വടാക്കര വീട്ടിൽ ബാലൻ ശാന്തി ഭാര്യ രാധ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കൾ രാവിലെ 9 സ്വവസതിയിലെ കർമ്മശേഷം വടൂക്കര ശ്മശാനത്തിൽ. ലത, മണികണ്ഠൻ എന്നിവർ മക്കളും സുനിൽകുമാർ, ബിനി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ നടക്കുന്ന അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുമ്പോൾ ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് വർദ്ധിച്ചു. ദുരിതത്തിൽ യാത്രക്കാർ. കല്ലൂർ മാവിൻചുവടിൽ വീട്ടിൽ കയറി സ്ത്രീയെ ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പച്ചളിപ്പുറം സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്.
കൊടകരയിൽ നിന്നും 184.420 ഗ്രാം രാസലഹരി പിടികൂടിയ കേസിൽ ഒരാൾ കൂടി റിമാൻഡിലേക്ക്. അറസ്റ്റിലായത് കോട്ടയം സ്വദേശി സൽമാൻ. മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ ഓടിത്തുടങ്ങിയ മുകുന്ദപുരം താലൂക്കിലെ ആദ്യത്തെ ഗ്രാമവണ്ടി ഏറ്റെടുത്ത് ജനങ്ങൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.